ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലൂടെ ഒരു മന്ത്രണം പോലെ കടന്നുപോകുന്നു. എന്നാൽ ചിലർ നമ്മളെ മറന്നാലും നമ്മളിൽ തന്നെ തുടരുന്നു. അത്തരത്തിൽ മറന്നുപോയ ഒരു പുരുഷന്റെയും അയാൾ ഒരിക്കലും അന്വേഷിക്കുന്നത് നിർത്താത്ത സ്ത്രീയുടെയും കഥയാണിത്. നഗരത്തിന്റെ തിരക്കേറിയ ഹൃദയഭാഗത്ത് ഹോൺ മുഴക്കങ്ങളും തിടുക്കത്തിലുള്ള കാലടികളും മനുഷ്യത്വത്തിന്റെ മിക്ക ശബ്ദങ്ങളെയും മുക്കിക്കളയുന്നിടത്ത് എല്ലാ വൈകുന്നേരവും ഒരു അന്ധയാചകൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അതേ മൂലയിൽ, അതേ ധരിച്ച ഷാൾ ധരിച്ച്, അതേ ശാന്തമായ ഭാവത്തിൽ തന്നെ. മിക്ക ആളുകൾക്കും അവൻ അദൃശ്യനായിരുന്നു. നഗരത്തിന്റെ പൊടിയിൽ നഷ്ടപ്പെട്ട മറ്റൊരു മനുഷ്യൻ. പക്ഷേ മീരയ്ക്ക് അങ്ങനെയല്ല. മീര ഒരു അധ്യാപികയായിരുന്നു. ധനികയല്ല, പ്രശസ്തയല്ല, പക്ഷേ ദയുള്ളവളാണ്. പ്രധാനപ്പെട്ട രീതിയിൽ, ചെറിയ, ശ്രദ്ധിക്കപ്പെടാത്ത വഴികളിൽ. എല്ലാ വൈകുന്നേരവും ക്ലാസുകൾ പൂർത്തിയാക്കിയ ശേഷം അവൾ മൂലയിലെ ചായക്കടയിൽ നിർത്തി 2 കപ്പ് ഓർഡർ ചെയ്യുകയും നിലത്ത് നിശബ്ദമായി ഇരിക്കുന്ന ആൾക്ക് 1 നൽകുകയും ചെയ്യുമായിരുന്നു. അവൻ ഒരിക്കലും ചോദിച്ചില്ല, അവൾ ഒരിക്കലും തിരിച്ചൊന്നും പ്രതീക്ഷിച്ചില്ല. 2 പേർ മാത്രം നിശബ്ദമായി ചായ കുടിക്കുന്നു. കാലക്രമേണ അവൻ പഴയ വസ്ത്രങ്ങൾ, ചിലപ്പോൾ ഭക്ഷണം, ഒരിക്കൽ ഒരു കവിതാപുസ്തകത്തിന്റെ ഒരു പഴകിയ പകർപ്പ് കൊണ്ടുവന്നു. തീർച്ചയായും അവൻ വായിക്കാൻ കഴിഞ്ഞില്ല, അവൻ അന്ധനായിരുന്നു. പക്ഷേ അവൻ വായിച്ചു കൊടുത്തു. അവൻ ശ്രദ്ധിച്ചു, അവളുടെ വാക്കുകൾക്ക് മാത്രമല്ല, അവളുടെ ശബ്ദത്തിനും. അത് അവനെ എന്തോ, അല്ലെങ്കിൽ ആരെയോർമ്മിപ്പിക്കുന്നതുപോലെ. ഒരു ദിവസം മേഘങ്ങൾ കൂടിക്കൂടി ആദ്യത്തെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ആ മനുഷ്യൻ പതിവ് സ്ഥലത്ത് ഇല്ലെന്ന് മീര ശ്രദ്ധിച്ചു. ദിവസങ്ങളോളം അവൻ പ്രത്യക്ഷപ്പെട്ടില്ല. വിഷമത്തോടെ അവൾ അടുത്തുള്ള കടയുടമയോട് ചോദിച്ചു. വൃദ്ധൻ തോൾ കുലുക്കി. അവൻ വരുന്നു, പോകുന്നു. അധികം സംസാരിക്കാറില്ല, പക്ഷേ അവൻ പണ്ട് ഒരാളായിരുന്നു. ആ വാചകം അങ്ങനെ തന്നെ തുടർന്നു. അവൻ പണ്ട് ഒരാളായിരുന്നു. ഒരു ആഴ്ച കഴിഞ്ഞ് അയാൾ തിരിച്ചുവന്നു. പക്ഷേ ഇത്തവണ അയാളുടെ മുഖം നേർത്തിരുന്നു. അയാളുടെ ഷാൾ നനഞ്ഞിരുന്നു. കൈകൾ വിറച്ചു. മീര അയാളുടെ അരികിലിരുന്ന് അയാളുടെ കൈ പിടിച്ചുകൊണ്ട് പതുക്കെ ചോദിച്ചു, നീ എവിടെ പോയി? അയാൾ മുഖം അവളുടെ ശബ്ദത്തിലേക്ക് ചെറുതായി തിരിച്ചു. ആ ആഴ്ചകളിലെല്ലാം ആദ്യമായി അയാൾ കുറച്ചു വാക്കുകളിൽ കൂടുതൽ സംസാരിച്ചു. ഞാൻ നോക്കുകയായിരുന്നു. പക്ഷേ ഞാൻ അവളെ ഒരിക്കലും കണ്ടെത്തിയില്ല. മീരയുടെ നെറ്റി ചുളിഞ്ഞു. ആരാണ്? അയാൾ നിർത്തി, ചെറുതായി പുഞ്ചിരിച്ചു. ഒരിക്കൽ ഞാൻ വളർത്തിയ പെൺകുട്ടി. എന്റെ സ്വന്തം പോലെ. അവളുടെ ഹൃദയം നിശ്ചലമായി. പിന്നീട് സംഭവിച്ചത് മടിയും നിറഞ്ഞ ഭാഗങ്ങളായി അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കഥയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവൻ നഗരത്തിലെ ഏറ്റവും സമ്പന്നനായ സംരംഭകരിൽ ഒരാളായിരുന്നു. സ്വയം നിർമ്മിച്ച മനുഷ്യൻ. സ്വന്തമായി ഒരു കുടുംബമില്ല, പക്ഷേ അവൻ തന്റെ പരേതനായ സുഹൃത്തിന്റെ കുട്ടിയെ, ആരുമില്ലാത്ത ഒരു പെൺകുട്ടിയെ, ദത്തെടുത്തു. അവൻ അവളെ ഒരു മകളെപ്പോലെ വളർത്തി. അവളെ സ്കൂളിലേക്ക് അയച്ചു. അവളുടെ വിദ്യാഭ്യാസത്തിനായി പണം നൽകി. സമയം ഒഴികെ എല്ലാം അവൾക്ക് നൽകി. കാരണം പണത്തിന് പിന്നാലെ പോകുന്നതിനിടയിൽ നിമിഷങ്ങളെ വിലമതിക്കാൻ അവൻ മറന്നു. ഒരു ദിവസം അവൾ അപ്രത്യക്ഷയായി. ഒരു കുറിപ്പും ഇല്ല, ഒരു തുമ്പും ഇല്ല, വെറുതെ പോയി. അവൻ തിരഞ്ഞു. ഡിറ്റക്ടീവുകളെ നിയമിച്ചു. തിരച്ചിലിന് പണം കണ്ടെത്താൻ തന്റെ സ്വത്തുക്കൾ വിറ്റു. സമ്മർദ്ദം അവന്റെ കാഴ്ചശക്തി കവർന്നെടുത്തു. ദുഃഖം അവന്റെ സമ്പത്ത് കവർന്നെടുത്തു. പക്ഷേ അവൻ ഒരിക്കലും തിരച്ചിൽ നിർത്തിയില്ല. മീര സ്തബ്ധനായി അവിടെ ഇരുന്നു. അവൾ നിശബ്ദമായി ചോദിച്ചു, അവളുടെ പേര് ഓർമ്മയുണ്ടോ? അവൻ അത് മന്ത്രിച്ചു. അവളുടെ താഴെയുള്ള മണ്ണ് അപ്രത്യക്ഷമാകുന്നതുപോലെ തോന്നി. അത് അവളായിരുന്നു. അവൾ ആ പെൺകുട്ടിയായിരുന്നു. കുട്ടിക്കാലത്ത് മീരയ്ക്ക് ഒരു വലിയ വീടിന്റെ അവ്യക്തമായ ഓർമ്മകളുണ്ടായിരുന്നു. പുസ്തകങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരാൾ. അയാൾ നേരത്തെ പോയി വൈകി തിരിച്ചെത്തിയവൾ ഏകാന്തത അനുഭവിച്ചതായി അവൾ ഓർത്തു. മറന്നുപോയി. ഒരു ദിവസം ഒരു വീട്ടുജോലിക്കാരിയുമായുള്ള ചൂടേറിയ തർക്കത്തിനുശേഷം അവൾ ഓടിപ്പോയി. നഷ്ടം മനസ്സിലാക്കാൻ കഴിയാത്തത്ര ചെറുപ്പമായിരുന്നു. താമസിക്കാൻ കഴിയാത്തത്ര വേദനിച്ചു. പിന്നീട് മറ്റൊരു നഗരത്തിലെ ഒരു ബന്ധു അവളെ കണ്ടെത്തി. അവൾ ഒരിക്കലും തിരിച്ചെത്തിയില്ല. ഇത്രയും വർഷമായി അവളെ കൂട്ടിക്കൊണ്ടുപോയ ആൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഇതുവരെ. അവളുടെ മുഖത്ത് കണ്ണുനീർ ഒഴുകി. എനിക്ക് തോന്നുന്നു നിങ്ങൾ അന്വേഷിച്ചത് ഞാനാണെന്ന് അവൾ പറഞ്ഞു. ആ മനുഷ്യൻ പതുക്കെ തിരിഞ്ഞു. അവന്റെ ചുണ്ടുകൾ വിറച്ചു. അവൻ കൈ നീട്ടി. അവൾ അത് പിടിച്ചു. അവൻ കരഞ്ഞു. പതിറ്റാണ്ടുകളായി വേദന അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ കരയാൻ കഴിയൂ. നഗരത്തിന്റെ നിസ്സംഗതയാൽ ചുറ്റപ്പെട്ട മൃദുവായ ചാറ്റൽ മഴയിൽ അവർ അവിടെ ഇരുന്നു. എന്നിട്ടും വർഷങ്ങളായി ആദ്യമായി ഇരുവരും കാണുന്നതായി തോന്നി. തുടർന്നുള്ള ദിവസങ്ങളിൽ മീര ചായ കൊണ്ടുവന്നു തന്നില്ല. അവൾ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സഹതാപം കൊണ്ടല്ല, പക്ഷേ ഒരു വാഗ്ദാനത്തിന്റെ പേരിലാണ്. നഷ്ടപ്പെട്ടത് പുനർനിർമ്മിക്കാൻ. അവസാനം മാറ്റിയെഴുതാൻ. അവന്റെ അന്ധതയ്ക്ക് ചികിത്സ കണ്ടെത്താൻ അവൾ അവനെ സഹായിച്ചു. അവന്റെ ഭൂതകാലത്തിൽ അവശേഷിച്ച ചെറിയ കാര്യങ്ങൾ വീണ്ടെടുക്കാൻ അവനെ സഹായിച്ചു. പകരമായി അവൻ അവൾക്ക് കഥകളും ഓർമ്മകളും സ്നേഹവും നൽകി. നിശബ്ദവും ഉപാധികളില്ലാത്തതും യഥാർത്ഥവും. ചിലർ പണത്തിനായി യാചിക്കുന്നു. ചിലർ അടച്ചുപൂട്ടലിനായി നിശബ്ദമായി യാചിക്കുന്നു. ക്ഷമയ്ക്കായി. കുടുംബത്തിനായി. ചിലപ്പോൾ വിധി അവരെ അവർ കൊതിച്ചിരുന്ന ആത്മാവിലേക്ക് കൊണ്ടുവരുന്നു. ദൈനംദിന ദയുടെ വേഷം മാറി സാധാരണ ഏറ്റുമുട്ടലുകളിൽ മറഞ്ഞിരിക്കുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ തെരുവിൽ ആരെയെങ്കിലും കടന്നുപോകുമ്പോൾ നിർത്തുക. കേൾക്കുക. കാരണം നിങ്ങൾക്കറിയില്ല അവർ ആരായിരുന്നു. അല്ലെങ്കിൽ അവർ ആരായിരിക്കാം.
നിങ്ങൾക്ക്